കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയുടെ തീരത്താണ് പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര സ്ഥിതിചെയ്യുന്നത്. ജാതിമതഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുള്ള ഈ ക്ഷേത്രം മതേതരത്വത്തിന്റെ വലിയൊരു പ്രതീകം കൂടിയാണ്. ക്ഷേത്രം സാധാരണയായി പുലർച്ചെ 5:30 മുതൽ രാത്രി 9:30 വരെ തുറന്നിരിക്കും. മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ മുത്തപ്പൻ തെയ്യം കെട്ടിയാടാറുണ്ട്. പുലർച്ചെ തിരുവപ്പനയും വെള്ളാട്ടവും വൈകുന്നേരം വെള്ളാട്ടവുമാണ് നടക്കാറുള്ളത്. പയങ്കുട്ടി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. കരിച്ച ഉണക്കമീനും കള്ളുമാണ് മുത്തപ്പന് പ്രിയപ്പെട്ട നൈവേദ്യങ്ങൾ. ഭസ്മമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. കൂടാതെ ഭക്തർക്ക് പുഴുങ്ങിയ പയറും ചായയും പ്രസാദമായി നൽകുന്നു. എല്ലാ ദിവസവും ഭക്തർക്കായി വിപുലമായ അന്നദാന സൗകര്യം ഇവിടെയുണ്ട്. മുത്തപ്പന്റെ വാഹനമായി നായ്ക്കളെ കരുതുന്നതിനാൽ ക്ഷേത്രപരിസരത്ത് നായ്ക്കൾക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയുടെ ചരിത്രവും ഐതിഹ്യവും വളരെ സവിശേഷമാണ്. സാധാരണ ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ആരാധനാക്രമമാണ് ഇവിടെയുള്ളത്. ഐതിഹ്യങ്ങൾ പ്രകാരം കണ്ണൂരിലെ അയ്യങ്കര ഇല്ലത്തെ വാഴുന്നവരൻ എന്ന നമ്പൂതിരിക്കും അദ്ദേഹത്തിന്റെ പത്നിക്കും കുട്ടികളില്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. ഒരിക്കൽ പുഴക്കടവിൽ കുളിക്കാൻ പോയ അന്തർജനത്തിന് ഒരു പാറപ്പുറത്ത് കിടക്കുന്ന സുന്ദരനായ ഒരു കുഞ്ഞിനെ ലഭിച്ചു. അവർ ആ കുട്ടിയെ ദൈവദത്തമായി കരുതി വളർത്തി. എന്നാൽ ആ കുട്ടി വളർന്നപ്പോൾ സാധാരണ ബ്രാഹ്മണ ആചാരങ്ങൾ പാലിക്കാതെ താഴ്ന്ന ജാതിയിലുള്ളവരോടൊപ്പം കൂടുകയും വേട്ടയാടുകയും മാംസം കഴിക്കുകയും ചെയ്തു. ഇത് ഇല്ലത്തുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ബാലൻ തന്റെ വിശ്വരൂപം കാണിച്ചുകൊടുക്കുകയും അവിടെ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. യാത്രയ്ക്കിടെ മുത്തപ്പൻ കുന്നത്തൂർ പാടിയിലെത്തുകയും അവിടെയുള്ള പനകളിൽ നിന്ന് കള്ളു കുടിക്കുകയും ചെയ്തു. കള്ളു ചെത്തുന്ന ചന്ദൻ എന്നാൾ ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ മുത്തപ്പൻ അവനെ ശിലയാക്കി മാറ്റി. പിന്നീട് ചന്ദന്റെ പത്നി മുത്തപ്പനെ പ്രാർത്ഥിക്കുകയും മുത്തപ്പ എന്നു വിളിച്ച് ആദരിക്കുകയും ചെയ്തതോടെയാണ് മുത്തപ്പൻ എന്ന പേര് വന്നത്. പിന്നീട് അവിടെ നിന്ന് സഞ്ചരിച്ച് മുത്തപ്പൻ വളപട്ടണം പുഴയുടെ തീരത്തുള്ള പറശ്ശിനിക്കടവിൽ കുടികൊള്ളാൻ തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അശരണർക്ക് ആശ്രയമായി എന്ന തത്വത്തിലാണ് മുത്തപ്പൻ അറിയപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ പണ്ടുകാലം മുതലേ എല്ലാ ജാതിയിലും മതത്തിലുമുള്ളവർക്ക് ഇവിടെ പ്രവേശനമുണ്ടായിരുന്നു. മുത്തപ്പൻ വേട്ടയാടാൻ പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന നായ്ക്കളെ മുത്തപ്പന്റെ വാഹനമായാണ് ഭക്തർ കാണുന്നത്. അതുകൊണ്ടുതന്നെ ക്ഷേത്രത്തിൽ നായ്ക്കൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ബ്രാഹ്മണ പൂജകളല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് തെയ്യം വഴിയാണ് മുത്തപ്പൻ ഭക്തരോട് സംസാരിക്കുന്നത്. കണ്ണൂർ ടൗണിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ധാരാളം ബസ് സൗകര്യങ്ങൾ ലഭ്യമാണ്.